ഹായ് ഒരുവൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ അമ്പലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ഭക്തി കേന്ദ്രങ്ങളും ഒരു ഹ്യൂമൻ പ്രോഗ്രസീവ് സയന്റിഫിക് ലാബാണ്. പക്ഷേ ഇപ്പോഴത്തെ അമ്പലങ്ങളും പള്ളികളും ഒന്നും ഒരു ഹ്യൂമൻ പ്രോഗ്രസീവ് സയന്റിഫിക് ലാബല്ല. അവിടെ മതം പഠിപ്പിക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ പറയുന്ന ആ ഒരു ഹ്യൂമൻ പ്രോഗ്രസീവ് ലാബ് ആകണമെന്നുണ്ടെങ്കിൽ ഈ കാവ് ഇത് കണ്ടില്ലേ, ഇതൊരു കാവാണ്. പക്ഷെ ഇതൊരു കാവല്ല, ഇതൊരു ജസ്റ്റ് ആ ഒരു കല്ല് വെക്കുന്ന ആ ഒരു സ്ഥലം മാത്രമാണ്. കാവെന്ന് പറയുന്നത് ഫൈറ്റോൺസൈഡ്സിന്റെ പ്രസൻസ് ഉള്ള, ഇപ്പൊ കണ്ടേ കോട്ട പിടിച്ച് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാവെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഗോഡ്സ് ഓൺ കൺട്രി, അതായത് കേരളം ഒരു ദൈവത്തിന്റെ നാടാർന്ന സമയത്തുണ്ടായ കാവുകളാണ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അതായത് വേറൊന്നുമല്ല, അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം കാവുകൾ സൃഷ്ടിക്കാൻ പോകുന്നു. കാവുകൾ ബേസിക്കലി പറയുന്നു, നമ്മൾ അവിടെ ചെല്ലുന്നു, ഇൻഹേൽ ചെയ്യുന്നു, അല്ലെ? ഇൻഹേൽ ചെയ്യുമ്പോൾ എന്താണ്, ഫൈറ്റോൺസൈഡ്സ് ഉള്ളിൽ പോകുന്നു, നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നു. അല്ല യാതൊരുവിധ ദൈവങ്ങളല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഫൈറ്റോൺസൈഡ്സ് ഉള്ളിൽ പോകുന്നത് കൊണ്ടായിരുന്നു പണ്ടൊക്കെ ഉണ്ടായ ഒരു അമ്പല ദർശനത്തിലും അല്ലെങ്കിൽ പള്ളിയിൽ പോക്കിലും എല്ലാത്തിലും നമുക്കൊരു സന്തോഷ സമാധാനങ്ങളെല്ലാം വന്നു. പക്ഷെ ഈ ഒരു കാവിൽ തൊഴുതാൽ നമുക്ക് ഒരിക്കലും ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും കിട്ടില്ല. കാരണം ഇവിടെ ഉള്ളത് ഈ വെയിലാണ്, അല്ലെ? രൂക്ഷമായ വെയിലാണ് ഇവിടെ ഉള്ളത്. ഫൈറ്റോൺസൈഡ്സ് അല്ല. അപ്പൊ ഫൈറ്റോൺസൈഡ്സ് മിക്സ് ചെയ്താൽ മാത്രമേ ഈ ഒരു അമ്പലങ്ങളും പള്ളികളും മുസ്ലിം പള്ളികളും എല്ലാം ഒരു ഹ്യൂമൻ സയന്റിഫിക് പ്രോഗ്രസീവ് ലാബായി മാറും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ, അല്ലെ, അതായത് അച്ഛനെയും അമ്മയും എല്ലാം തല്ലി ഗുരുക്കന്മാരെല്ലാം ഇടിച്ച് കള്ളും കഞ്ചാവും മയക്കുമരുന്നൊക്കെ ആയിട്ട് നടന്ന ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പുതിയ ട്രെൻഡാണ്. എനിക്ക് ദൈവവിശ്വാസമില്ല, ഞാൻ എസ്തെറ്റിക് ആണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ അമ്പലങ്ങളെല്ലാം ഒരു സയന്റിഫിക് ലാബാണ്, അല്ലെ? അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെ? പ്രാർത്ഥിക്കുന്നു, അതിന്റെ പേരാണ് മാനിഫെസ്റ്റേഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം വേണമെന്ന് പറയുന്നത്, അതിന്റെ പേരാണ് വിഷ്വലൈസേഷൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം നമ്മൾ ആ ഒരു കാവിലെല്ലാം പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇൻഹേൽ ചെയ്യുന്നത് ഫൈറ്റോൺസൈഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഇതുപോലത്തെ ടെൻഷൻ ഹോർമോൺസിനെ സപ്രസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമുക്ക് എന്ത് സന്തോഷം കിട്ടുന്നു. പിന്നെ നമ്മൾ ആ ഒരു വിഗ്രഹത്തിൽ നോക്കുന്നു, അല്ലെങ്കിൽ അൽത്താരിലായിട്ട് നോക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ആ ഒരു വിഷ്വൽ പ്രസൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഡോപ്പമൈൻ ഹോർമോൺസിനെ എമിഷൻ കിട്ടുന്നു, അതായത് ഹാപ്പി ഹോർമോൺസ്. പിന്നെ അതോടൊപ്പം തീർത്ഥം കുടിക്കുന്നു, അതിൽ ഔഷധങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്ത് പറ്റുന്നു? അങ്ങനെ നമ്മുടെ ബോഡി ക്ലിയർ ആവുന്നു. ബെല്ല് വൈബ്രേഷൻസ്, അത് നമ്മുടെ ചെവി പോകുന്നു. ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. നമ്മ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ഏതൊരു ആരാധനാലയത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യാതൊന്നും കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ പഞ്ചമഹാഭൂതങ്ങളെ പ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സോഴ്സ് മാത്രമാണ് അമ്പലം, പള്ളി, ഇതെല്ലാം. പക്ഷേ അവിടെ ഇപ്പൊ പറ്റില്ല. കാരണം അവിടെ യാതൊരുവിധ ഫൈറ്റോൺസൈഡ്സ് ഇല്ല, യാതൊരുവിധ പുഷ്പങ്ങൾ, നല്ല നല്ല രീതിയിലെ പുഷ്പങ്ങളില്ല, എല്ലാം കെമിക്കൽസ്, അല്ലേ? ആ ഒരു വിളക്ക് കത്തിക്കണ തിരിയുന്നത് വരുന്ന പുക പോലും വിഷമാണ്. കാവുകൾ, എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം കാവുകൾ, ഫോറസ്റ്റ് ബാത്തിങ് അനുയോജ്യമായിട്ടുള്ള കാവുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ അമ്പലങ്ങളിൽ പൂജക്കുള്ള പൂക്കൾ, അല്ലെ? ലോകത്തെ ഏറ്റവും വലിയ വിഷങ്ങൾ അടിച്ചു വരുന്ന പൂക്കൾ, ആ പൂക്കളാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഈ ശ്വസിക്കുന്നതിലും ആ ഒരു സയൻസ് ഉണ്ട്. അതായത് ആ ഒരു സ്മെല്ല് കിട്ടി നമുക്ക് ഡോപ്പമൈൻ എമിഷൻ ഉണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ നമ്മളിപ്പോൾ വലിക്കുന്നത് ആ ഒരു വിഷമാണ്. പച്ചക്കറി, ഫ്രൂട്ട്സിലുള്ള വിഷം അതിനെ പൂക്കളിലും ഉണ്ട്. അപ്പോൾ അതിന്റെ സൊല്യൂഷനാണ് പുഷ്പവൃന്ദാവനം എന്നുള്ള പ്രൊജക്ട്. അമ്പലങ്ങളിലെല്ലാം ലൈഫ് ലോങ് പൂജക്കും അല്ലെങ്കിൽ പള്ളികളിലും എല്ലായിടത്തും നമുക്ക് മതവിദ്വേഷമില്ല, മതവ്യത്യാസങ്ങളില്ല. കാരണം ഇതെല്ലാം സയന്റിഫിക് പ്രോഗ്രസീവ് ലാബാണ്.